സത്യം പറയാലോ, പറ്റിയ നീയുമായിട്ട് കുറച്ചു നേരം എവിടെയെങ്കിലുമൊക്കെ കറങ്ങണമെന്നുണ്ടായിരുന്നു. താങ്ക്സ് മാളു, നീയായിട്ട് ഓഫർ ഇങ്ങോട്ട് വെച്ചതിന്. എന്നാ നമ്മൾ പുറത്തു പോകുന്ന കാര്യം നീ ചെന്ന് ഡീസി ആൻറ്റിയോട് പറ. ഞാൻ അപ്പോഴേക്കൊന്ന് റെഡിയായി വരാം. ഓക്കെ. പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലോ. ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? വരും, നമുക്ക് പോവാം. പോകാം വി പി, കുറച്ച് കഴിയട്ടെ. ഡോക്ടറിന് വി പിയുടെ എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. മിസ്റ്റർ പണിക്കർക്ക് പോയിട്ട് എന്താ എത്ര തിടുക്കം? എനിക്ക് താങ്കളോട് സംസാരിച്ചിട്ട് മതിയായില്ല എന്നുള്ളതാ സത്യം. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. സത്യത്തിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് വൈബ് തോന്നുന്നു. പണിക്കർ അത്ര ഭംഗിയായിട്ട് എന്നോട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർക്ക് ഇപ്പം മനസ്സിലായില്ലേ ഇവര് പറയുന്ന പോലുള്ള കുഴപ്പങ്ങളൊന്നും എനിക്കില്ലാന്ന്? യെസ്, ഓഫ് കോഴ്സ്. പക്ഷെ നോക്കൂ മിസ്റ്റർ പണിക്കർ, താങ്കളെ ഒരു പേഷ്യൻ്റായിട്ടല്ല നിങ്ങളുടെ ഭാര്യ എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. അങ്ങനെ ഒരു പേഷ്യൻ്റാണെന്ന് പറയാൻ പറ്റിയ അസുഖങ്ങളൊന്നും താങ്കൾക്കില്ല. ഓവർ സ്ട്രെസ് കൊണ്ടുണ്ടായ ചില ചെറിയ മിസ്സിങ്, അതിപ്പോൾ ഒരു പ്രൊഫഷണലുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. ടു ബി ഫ്രാങ്ക്, ചിലപ്പോൾ ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ബ്ലാങ്കായി പോകാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ എൻ്റയർ സിസ്റ്റം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് റിഫ്രഷ് ആവുകയെ നിവൃത്തിയുള്ളൂ. അല്ല, ചോദിക്കാൻ മറന്നുപോയി, പണിക്കർ ഫാമിലിയുമായി ഒരു യാത്ര നടത്തിയിട്ട് ഇപ്പം എത്ര നാളായിട്ടുണ്ടാവും? ഒന്ന് ഓർത്തു നോക്കിയേ. അത് ഇത്ര കഷ്ടപ്പെട്ട് ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർ. കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര പോയിരുന്നു. ശരി, എങ്ങോട്ടായിരുന്നു അത്? ഊട്ടിയിലേക്ക്. അവിടെ ഞങ്ങൾ 3-4 ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. അവിടെ നമ്മളെ ഏതൊരു ആശ്രമം ഉണ്ടല്ലോ, ഫേൺ ഹില്ലിൽ, അവിടെ വെച്ച് എനിക്കൊരു സെമിനാർ സെഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞത് സത്യമാണ്, പക്ഷെ അതൊരു 6-7 കൊല്ലം മുമ്പ് നടന്നതാ. നോ 6-7 കൊല്ലം മുമ്പ്. കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ മാസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. യെസ് യെസ്, പണിക്കർ പറഞ്ഞതാവും ശരി. മിസ്സസിന്റെ ഓർമ്മപ്പശകാവും. മിസ്റ്റർ പണിക്കർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സ്വന്തം പൂർവികരുടെ ജനറേഷൻ ക്രൊണോളജിക്കലായി എത്ര വരെ ക്രമത്തിൽ ഓർത്തെടുക്കാൻ പറ്റും? ഉദാഹരണത്തിന് അച്ഛൻ, അപ്പൂപ്പൻ, മുത്തശ്ശൻ, അങ്ങനെ എത്ര തലമുറ വരെ? ചുമ്മാ ഒരു കൗതുകത്തിനോട് ചോദിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ അച്ഛൻ ബാലകൃഷ്ണ പണിക്കർ, അദ്ദേഹം ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ ഡ്രൈവറായിരുന്നു ബാക്ക് ഇൻ 70s. അച്ഛൻ്റെ അച്ഛൻ രാഘവ പണിക്കർ, അദ്ദേഹം ഒരു കർഷകനായിരുന്നു. മുത്തച്ഛൻ്റെ അച്ഛൻ പത്മനാഭ പണിക്കർ, ഹി വാസ് എ റിയൽ ലാൻഡ് ലോർഡ്. ശരിക്കൊരു ജന്മിയായിരുന്നു. ചന്ദ്രോത്ത് കുടുംബം സ്ഥാപിച്ചു തന്നെ അദ്ദേഹമായിരുന്നെന്ന് അച്ഛനും മുത്തച്ഛനൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചന്ദ്രോത്ത് ഫാമിലി ഒരു കാലത്ത് പരക്കെ അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. പിന്നെ ആ കുടുംബത്തില് പ്രഗത്ഭരായ അങ്ങനെ. അതവിടെ നിൽക്കട്ടെ. പെട്ടെന്നൊരു ഫാസ്റ്റ് ഫോർവേഡ് നടത്തിയ ബിപിയുടെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാൻ പറഞ്ഞ എന്തു പറയും? എന്തു പറയാൻ? ഞാനും എൻ്റെ മിസ്സസും അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി. അപ്പോ പണിക്കരുടെ മകളോ? അപ്പോ എന്ന് വിളിക്കുന്ന അപൂർവ. അപൂർവ അവള് ഞങ്ങളെ വിട്ട് പോയല്ലോ ഡോക്ടർ. ഇറ്റ് വാസ് എൻ ആക്സിഡന്റ്. ഞങ്ങളറിയാതെ സ്കൂട്ടർ എടുത്ത് പുറത്തു പോയതാ. സ്പോട്ട് തന്നെ. ഇറ്റ്സ് ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? നത്തിങ്. പണിക്കർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു 2 മിനിറ്റ് പുറത്തിരിക്കാവോ? ഞാൻ മിസ്സസ് വരെ ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ, നോ പ്രോബ്ലം, ക്യാരി ഓൺ. പക്ഷെ അധികം ലേറ്റ് ആക്കരുത്. ചെന്നിട്ട് എനിക്ക് ക്ലാസ്സിന് പോകാനുള്ള. നോ, 2 മിനിറ്റ് ഇപ്പൊ വിട്ടേക്കാം. ഓ ആ ഗീത,
ഡോക്ടർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മാഡം ഫോണിൽ ബ്രീഫ് ചെയ്തപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം ഞാൻ ഊഹിച്ചിരുന്നു. ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തീരെ ആഗ്രഹിക്കാത്തൊരു ദിശയിലേക്കാണ് ജീവിതം ഗതിമാറി ഒഴുകുന്നതെന്ന് അറിയുമ്പോൾ ചിലർക്കുണ്ടാവുന്ന ഒരുതരം മാനസിക വിഭ്രാന്തിയാണിത്. ഒരു കൽപ്പിത കഥയുണ്ടാക്കി ഇഷ്ടമില്ലാത്ത വർത്തമാനകാലത്തെ പാടെ വിസ്മരിച്ചുകൊണ്ട് തൻ്റെ ഭൂതകാലത്തിൻ്റെ പ്രതാപത്തിൽ അഭിരമിക്കുക. ലിവിങ് ഇൻ ദ പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഏതാണ്ട് അതിന് സമാനമായ ഒരു രീതിയാണിത്. ഡോക്ടർ, ട്രീറ്റ്മെന്റിലൂടെ ഇത് യെസ്, പേഷ്യൻറ്റിൻ്റെ മനസ്സ് ഇപ്പോൾ വല്ലാതെ കലങ്ങിമറിച്ച ഒരു അവസ്ഥയിലാണ്. അതിൻ്റെ ബേസിക് റീസൺ മകളുടെ പ്രശ്നം തന്നെയാണ്. തൻ്റെ മകൾ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള സത്യം പണിക്കരുടെ മനസ്സിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മകൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് സ്വയം സങ്കല്പിച്ച് ആ വ്യക്തിയെ മറികടക്കാൻ പണിക്കർ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസന്റിൽ ജീവിക്കാൻ പണിക്കർ തീരെ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഇടയ്ക്കിടെ മകളുടെ സാമീപ്യം അയാളെ ഭൂതകാലത്തിന്റെ പുറന്തോടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചിടും. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെ സ്വന്തം മനസ്സുമായി പണിക്കർ കലാപത്തിൽ ഏർപ്പെടുന്നു. അതാണ് ഭർത്താവിന്റെ യഥാർത്ഥ പ്രശ്നം. ആ പുറന്തോട് ബോധപൂർവം ഉടച്ചു കളഞ്ഞ് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പണിക്കർ തയ്യാറാവണം. മനസ്സിന്റെ ഈ കലക്കം മറിച്ചിലൊന്ന് ശാന്തമാവാൻ ഞാനൊരു മരുന്ന് തരാം. 1 മാസം അത് മുടങ്ങാതെ കൊടുത്തു നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെന്റ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. ശരി ഡോക്ടർ. ഇടയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നെങ്കിൽ മാത്രം വന്നാൽ മതി. ഓക്കെ ഡോക്ടർ. ദാ. എന്താ മാഡം, എന്തോ ഭീകരമായ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പോസ്റ്റാക്കി നിർത്തിയിട്ട് നേരം കുറേയായി. വല്ലതും നടക്കും മാഷേ? നിന്നോടത് എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനില്ല ഞാൻ. ഫ്ലാഷ് ബാക്ക് മുതൽ തുടങ്ങാന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതായതുകൊണ്ട് ബോറാവും. എന്നാൽ അങ്ങനെ കുറച്ച് റെഫറൻസ് ഒന്നും ഇല്ലാതെ പറയാനും പറ്റില്ല. അതുകൊണ്ട് ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയാ ഞാനിങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നത്. ശരിയാ, ഫ്ലാഷ് ബാക്ക് ലാഗ് അടിക്കും. അതുകൊണ്ട് എന്റെ ചക്കര പ്രസന്റ് ചെയ്യാൻ തുടങ്ങിക്കോ. എന്താ നിനക്ക് എന്നോട് ഇത്ര സീരിയസ് ആയിട്ട് പറയാനുള്ളത്? പിന്നെ ഒരു കാര്യം, ഫ്ലാഷ് ബാക്ക് അല്പം കയറിയാലും കുഴപ്പമില്ല. ഉപദേശവും സെന്റിമെന്റ്സും ഇവ രണ്ടും കർശനമായി നിരോധിച്ചിരിക്കുന്നു. സമ്മതമാണെങ്കിൽ പറഞ്ഞു തുടങ്ങിക്കോ. യെസ്, വേറൊന്നുമില്ല അപ്പോ. എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിന്നിൽ നിന്ന് സത്യസന്ധമായ ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അഗ്രീഡ്. നീ എന്തായാലും ചോദിക്കും, മറുപടി മാക്സിമം സത്യസന്ധമാക്കാൻ ശ്രമിക്കും. ശരി, ആദ്യത്തെ ചോദ്യം, എന്താണ് അപ്പോന്റെ ഉദ്ദേശം? സോറി, മേക്ക് ഇറ്റ് ക്ലിയർ. ഏത് കാര്യത്തിൽ എന്തുദ്ദേശമാണെന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. അല്ലാതെ വെറുതെ ഒരു ചോദ്യം വേസ്റ്റ് ആക്കല്ലേ. ശരി, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിലപ്പുറം ഒരു ക്ലാരിറ്റി വേണമെന്നില്ലല്ലോ, അല്ലേ? ഒരു സിൻസിയർ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് സാധാരണ എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണോ അതേ ഞാനും നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ സെയിം വൈബിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ്. അതാ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉത്തരം കറക്റ്റ് അല്ല? അത് ഞാൻ പിന്നീട് പറയാം. എന്റെ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ കേട്ടിട്ട്. ഓക്കെ, എന്താ നിന്റെ അടുത്ത ക്വസ്റ്റ്യൻ? ജസ്റ്റ് ഷൂട്ട് ഇറ്റ്. ഞാനും ഡോക്ടർ ജോബിനുമായിട്ടുള്ള റിലേഷൻ നീ എങ്ങനെ കാണുന്നത്? എന്താ മോളെ, ചോദ്യങ്ങൾക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചത്ര നിലവാരം ഇല്ലല്ലോ. സാരമില്ല, നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇത്രയും നിലവാരം തന്നെ ധാരാളമാണ്. പറ അപ്പോ, ഞാനും ജോബിനായിട്ടുള്ള റിലേഷനെ
നീ ഏതർത്ഥത്തിലാ കാണുന്നത്? നീ ഭാര്യയും അയാളെ ഭർത്താവും ആണെന്നാണ് എന്റെ വിശ്വാസം. എന്താ ഇനിയിപ്പോ അങ്ങനെ അല്ലെന്നുണ്ടോ? അങ്ങനെ അല്ലേ എന്നുള്ള തോന്നൽ നിനക്കുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാ ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, നമുക്ക് ഈ ചോദ്യോത്തര പരിപാടി തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കാം. എന്താ നിന്റെ പ്രശ്നം? കം ടു ദി പോയിന്റ്. ടു ബി വെരി ഫ്രാങ്ക് അപ്പു, ഇപ്പൊ നീയാ എന്റെ പ്രശ്നം. സത്യമാണ് അപ്പു. നിന്നെ വിഷമിപ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ അല്ല ഞാനിത് പറയുന്നത്. എന്റെ ഇന്നു വരെയുള്ള ജീവിതത്തിൽ മാളുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ. അത് അപ്പുവാ. അപ്പു മാത്രം. അതിനൊരു സംശയവും വേണ്ട. അതിന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്കിപ്പോ നിന്റെ കാര്യത്തിൽ സംശയമുണ്ട് അപ്പു. അതാണ് എനിക്കിപ്പോ ക്ലിയർ ചെയ്യേണ്ടതും. വാട്ട് യു മീൻ? എന്റെ കാര്യത്തിൽ എന്ത് സംശയം നിനക്കുള്ളത്? പറ, എന്ത് സംശയമാണെന്ന്. ഇത്രയ്ക്ക് ഇമോഷണൽ ആകണ്ട. എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നീ തന്നെയാ അപ്പു. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നുപോയ അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ നീ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം മോറൽ സപ്പോർട്ട് ഞാൻ ഇന്ന് നിനക്ക് തന്നിട്ടുണ്ട്. നീ ഒരു ട്രാൻസ്മാൻ ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ആ നിമിഷം മുതൽ ഞാൻ മറ്റാരേക്കാൾ കൂടുതൽ നിന്നെ മനസ്സിലാക്കാനും നിന്റെ കൂടെ നിൽക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പു ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിന്റെ ഒപ്പം നിന്ന് നിനക്ക് വേണ്ടി വാദിച്ച ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു ഞാൻ. അല്ലെന്ന് നിനക്ക് നിഷേധിക്കാമോ? മാളു, ഈ സംസാരം തുടങ്ങിയപ്പോഴേ നമ്മളൊരു കാര്യം തീരുമാനിച്ചിരുന്നു. നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങൾ വലിച്ചു നീട്ടി ബോറാക്കരുതെന്ന്. പക്ഷെ ഇപ്പൊ നീ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹത്തോട് നിനക്കൊരിക്കലും പൊരുത്തപ്പെടാനാവില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ പിന്നീട് എപ്പോഴെങ്കിലും അതിന്റെ പേരിൽ നിന്നെ ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ? നിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? പറ, നിന്നെ ഞാൻ എപ്പോഴെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോന്ന്? അപ്പോ നീ ശോഭിക്കാതെ ഒന്ന് കൂളാവ്. ഞാൻ ഇപ്പോഴും നിന്നോട് സ്നേഹത്തോടെയാ സംസാരിക്കുന്നത്. നീയും അതുപോലെ തുറന്ന മനസ്സോടെ എന്നെ കേൾക്കാൻ തയ്യാറാവണം പ്ലീസ്. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാ ഞാൻ ഡോക്ടർ ജോബിനുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. അത് മനസ്സിലാക്കിയെങ്കിലും നീ നിന്റെ മനസ്സിനെ പറഞ്ഞു വിലക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു ചിന്ത ഉണ്ടായതേയില്ല. ഞാനും ഡോക്ടറും വിവാഹിതരാണെന്ന് അറിഞ്ഞിട്ടും നീ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അല്ലേ അപ്പോ? അങ്ങനൊരു മോഹം നിന്റെ മനസ്സിൽ ഇപ്പോഴും നീ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോ നീ നീതികേട് കാണിക്കുന്നത് എന്നോട് മാത്രമല്ല, നിന്നൊരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയായ ഡോക്ടർ ജോബിനും കൂടിയാ. തികച്ചും അവിചാരിതമായി വന്നു വീണ ഒരു സന്ദർഭത്തിൽ നിനക്ക് എന്റെ കഴുത്തിൽ ഒരു താലി കൂട്ടിക്കെട്ടാൻ ഒരു അവസരം കിട്ടി. വീണ് കിട്ടിയ ആ അവസരം മുതലെടുത്ത് നീ എന്നെ തരം കിട്ടുമ്പോഴൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. പക്ഷെ അപ്പോ നിന്നോടുള്ള എല്ലാ സ്നേഹവും കരുതലും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നീ കെട്ടിയെന്ന് അവകാശപ്പെടുന്ന ആ താലിയുടെ ബലത്തിൽ ആ അധികാരത്തോടെ എന്റെ ദേഹത്ത് തൊടുന്നതോ എന്നോട് ആ രീതിയിൽ പെരുമാറുന്നതോ ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്ന് സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. ഇനി അപ്പുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു ശ്രമം ഉണ്ടാവരുത്. ഉണ്ടായാൽ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഡോക്ടർ ജോബിനെ അറിയിക്കേണ്ടി വരും. കഴിഞ്ഞു നിന്റെ പ്രസംഗം? പ്രസംഗം കഴിഞ്ഞു, ഇനി പ്രവർത്തിയാ. ദാ, നിന്റെ കൈകൊണ്ടാണ് ഇതെന്റെ കഴുത്തിൽ അണിയിച്ചെന്നാണല്ലോ അവകാശവാദം. അതുകൊണ്ട് നിന്റെ കൈ തന്നെ ഞാനത് തിരിച്ചേൽപ്പിക്കുക. ഈ ഒരു ലോഹ കഷ്ണം കഴുത്തിൽ അണിഞ്ഞാലേ ഒരു നല്ല ഭാര്യ ആവാൻ സാധിക്കും എന്നുള്ള മണ്ടൻ വിശ്വാസമൊന്നും എനിക്കില്ല. അതല്ല, ഇനി ഇത് കൂടിയേ അടങ്ങുന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ വെച്ച് എന്റെ കഴുത്തിൽ ജോബിനൊരു താലി അണിയിച്ചോളൂ. അതുകൊണ്ട് നിന്റെ ഈ അധികാര ചിഹ്നം പേര് നടക്കാൻ ഇനി ഞാനില്ല.
അത് നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ദാ സന്തോഷത്തോടെ സ്വീകരിച്ചോ. മാളുന് ഇനി ഇതിന്റെ ആവശ്യമില്ല. ദേ ടീച്ചറെ, പറയുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെയും ഡോക്ടറുടെയും നല്ല മനസ്സുകൊണ്ട് ഇതുപോലെ പല പരോപകാരവും ചെയ്യണമെന്ന് തോന്നും. പക്ഷെ അതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഒടുക്കം നമുക്ക് ചീത്തപ്പേരും ബാധ്യതയും സമ്പാദിച്ചു തരികയും ചെയ്യും. ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം അത്. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതുവരെ അത്തരം മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്ദിരാമ്മേ. എന്നു മാത്രമല്ല, അതിന്റെ ഒരു സമാധാനവും സന്തോഷവും മനസ്സിന് അനുഭവപ്പെടാറുമുണ്ട്. ഓ, എല്ലാവരുടെയും അനുഭവം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഈ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തെങ്കിലേ നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യക്കാർക്ക് വല്ല 10 100 ദാനം കൊടുക്കാം. അല്ലാതെ ഛേദമില്ലാത്ത ഉപകാരമാണെന്നും പറഞ്ഞ് വല്ലവരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ പോയാ കാലം വല്ലാത്തതാ ടീച്ചറെ. ഒന്നാമതേ അതൊരു എരണം പിടിച്ച കൊച്ച. ടീച്ചർ മോന് ഈ നാട്ടിൽ വന്നതിന് ശേഷം മാത്രമുള്ള കാര്യങ്ങൾ എടുത്താൽ തന്നെ ആ കൊച്ചിന്റെ പേരിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അവള് കാരണം നമ്മുടെ പിള്ളേരുടെ കല്യാണം വരെ തെന്നിത്തെറിച്ചു പോകേണ്ടതല്ലായിരുന്നോ? പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ നല്ല മനസ്സുകൊണ്ടും അതൊക്കെ നേരെയായി വന്നല്ലേ. അല്ലേലും ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾ ഉള്ളിടത്തൊന്നും ദൈവസാന്നിധ്യം ഉണ്ടാവില്ലെന്നേ. ദേ, അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു വയ്യാവേലി പിടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കണോ? അതൊക്കെ ഓരോ ആൾക്കാര് അന്ധവിശ്വാസം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ ഇന്ദിരാമ്മേ. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാ അവരും. ടീച്ചറിനോട് തർക്കിക്കാനും തല്ലുകൂടാനും ഒന്നും ഞാനില്ല. ഇനിയിപ്പോ ടീച്ചർക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആയിക്കോ. പക്ഷെ ഞങ്ങളുടെ കൊച്ചിനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുതരാൻ ഞങ്ങൾക്ക് ഏതായാലും താല്പര്യമില്ല. എന്താ ഇന്ദിരാമ്മ ഇങ്ങനൊക്കെ പറയുന്നേ? അപ്പു ആ വീട്ടുകാരും നമുക്കറിയാത്തവരല്ലല്ലോ. ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ? അതൊക്കെ ശരി തന്നെ ടീച്ചറെ. കുടുംബം പോലെ കഴിഞ്ഞെന്ന് കരുതി കുലം മുടിക്കാൻ പറഞ്ഞതിനെ തോളെ ചുമന്ന് നടക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ. എന്റെ ഇന്ദിരാമേ, അപ്പുവിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തതുകൊണ്ട് എന്റെ കുടുംബത്തിന് എന്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും അതൊന്നും ഞാൻ സാരമാക്കുന്നില്ല. നിങ്ങൾ സാരമാക്കണ്ടെന്നേ. പക്ഷെ ഞങ്ങൾക്കിതൊക്കെ രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ട വിഷയം തന്നെയാ. അപ്പൂനെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കാനാണ് ഇപ്പോഴും ടീച്ചറിന്റെ തീരുമാനമെങ്കിൽ മാളു കുറച്ചു കാലത്തേക്ക് അവിടെ വന്ന് നിന്നോട്ടെ. ചികിത്സ കഴിഞ്ഞ് അപ്പു ഇവിടുന്ന് പോകാറാവുമ്പോൾ മാളുവിനെ ഇങ്ങോട്ട് വിടുന്ന കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. ഇടയ്ക്ക് ഡോക്ടർക്കും അവിടെ ഒന്ന് താമസിക്കാമല്ലോ. എന്താ, അങ്ങനെ ആലോചിച്ചൂടെ? ജോബിനും മാളവും വരട്ടെ, ഞാൻ അവരോട് ചോദിച്ചു നോക്കാം. അവരോട് ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മതി, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഞങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ആഹാ, മുത്തശ്ശി എപ്പോ വന്നു? കുറച്ചു നേരം ആയി മോളെ. വന്നപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതേപ്പറ്റി സംസാരിക്കായിരുന്നു ഞങ്ങള്. അപ്പു എവിടെ മാളു? അപ്പൊ പോയേ ആന്റി. പോയോ? അതെന്താ അവള് പെട്ടെന്ന് പോയത്? അപ്പുവിന്റെ കാര്യമല്ലേ, പെട്ടെന്ന് എന്താ തോന്നുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്ക്. ഞാൻ ഇന്ദിരാമ്മയ്ക്ക് ചായ എടുക്കാം. മധുര ആകാലോ. ഓ, പിന്നെന്താ. വാ മോളെ, ചോദിക്കട്ടെ. അപ്പൂനെ ഇങ്ങോട്ട് ചികിത്സയ്ക്കായി കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കേ വേണ്ടെന്ന് നല്ല വ്യക്തമായും കൃത്യമായും ടീച്ചറിന്റെ മുഖത്തു നോക്കി മുത്തശ്ശി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തു വന്നാലും മോളും ആ നിലപാടിൽ ഉറച്ചു നിന്നോണം. നീ അയയുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ ജോബിനും ആ കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കാൻ നിൽക്കില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഇല്ലെന്ന് കണ്ടാ ടീച്ചറിന്റെ ഈ ആവേശമൊക്കെ താനെ അടങ്ങിക്കോളും. മുത്തശ്ശി അക്കാര്യം ഓർത്തിന് ടെൻഷൻ അടിക്കണ്ട. ഡേസി ആന്റിനെ എത്ര ക്ഷണിച്ചാലും അപ്പ ഇവിടെ താമസിക്കാനായിട്ട് വരില്ല. നേരാണോ മോളെ? അതിൽ നിനക്കെന്താ ഇത്ര ഉറപ്പ്? അവൾ ആ രീതിയിൽ ഇന്ന് നിന്നോടെന്തെങ്കിലും സംസാരിച്ചോ? അപ്പോ അല്ല മുത്തശ്ശി, ഞാനാ ഇക്കാര്യം അവളോട് ആവശ്യപ്പെട്ടത്. ആവശ്യമില്ലാതെ
എൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യത ആവരുതെന്ന് ഞാൻ അവളോട് തുറന്നു പറഞ്ഞു.